ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂളിലെ ബാക്ക് പ്രിപ്പറേഷന്റെ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ദുവാക്ക് നാളെ ബാഗ് ഒന്നും കൊണ്ടുപോകണ്ട, എന്റെ ബാഗ് മാത്രം സെറ്റ് ചെയ്താൽ മതി. ഗൈസ്, നമ്മളിവിടെ ദുവാ ഹെൽപ്പിന് വേണ്ടി എത്തിയേക്കാണ്. ഇതാണ് എന്റെ ബാഗ്, ഒരു ബാർബി തീമിലുള്ള ബാഗാണ്, ട്രോളി ബാഗാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് സാധനങ്ങൾക്ക് എത്തിക്കാം. ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബുക്ക് കേട്ടോ, ടെക്സ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് ബാഗിനകത്ത് വെക്കാം. ഇതാണ് എൻ്റെ ബുക്കൊക്കെ, പക്ഷെ ഇതിനകത്തൊന്നും പേര് എഴുതിയില്ല. നമ്മൾ നാളെ കുറച്ച് ബുക്കേ കൊണ്ടുപോകണുള്ളൂ, ഒരു 4 എണ്ണമൊക്കെ എടുക്കണുള്ളൂ കേട്ടോ. മതി, 4 എണ്ണം മതി. 4 ബുക്കാണ്, നല്ല വലിയ ബുക്കാണ്. അങ്ങനെ നമ്മൾ ബുക്കൊക്കെ ബാഗിനകത്ത് വെക്കണം. നമ്മളെ നോട്ട്ബുക്കൊക്കെ വെച്ചു. ഇനി എനിക്ക് ടെക്സ്റ്റ് ആണ് കേട്ടോ. എനിക്ക് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അതിന് റെഡ് കളർ ബൈൻഡാണ് ഇട്ടേക്കുന്നത്. സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, അങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ എല്ലാവരും കൊണ്ടുപോകണ്ട, കുറച്ചേ കൊണ്ടുപോകണുള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് ടെക്സ്റ്റും എടുത്ത് വെച്ചു. ഇനി എനിക്ക് പൗച്ച് സെറ്റ് ചെയ്യണം. ഞാൻ പൗച്ചാണ് സ്കൂളിൽ കൊണ്ടുപോകാറ്. അപ്പോൾ എൻ്റെ പുതിയ പൗച്ച് നിങ്ങൾക്ക് കാണിച്ചു. ഇതാണ് ചാച്ച പുതിയതായിട്ട് മേടിച്ച പൗച്ച്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷേ ഇതിൽ ഒരു അറയേ ഉള്ളൂ, പിന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയ അറയുള്ളൂ. അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പെന്നൊക്കെ ഇടാം. ഞാൻ ബ്ലാക്ക് ഇങ്ക് പെന്ന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഞാൻ ഒരു കവർ ലെക്സിയുടെ ബ്ലാക്ക് ഇങ്ക് മേടിച്ചായിരുന്നു, പിന്നെ പെൻറ്റോണിക്ക് മേടിച്ചായിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു 2 പേന കൊണ്ടുപോകുള്ളൂ. ഈ പൗച്ചിനകത്ത് നമ്മൾ പേന ഇടും. പിന്നെ ഒരു അടുത്തിന് ഷാർപ്നറും എറേസറും. ഞാൻ ഒരു പിങ്ക് കളർ ഷാർപ്നറും പിന്നെ ഒരു എറേസറാണ്. അപ്പോൾ ഇത് നോക്കാം. പിന്നെ ഒരു പെൻസിൽ 2 പെൻസിൽ വെക്കുന്നുണ്ട്. എണ്ണീറ്റില്ല, അത് 2 കൂടി വെച്ചു കൊടുത്തു. പിന്നെ ഒരു സ്കെയിൽ ഇല്ല. പിന്നെ സ്കെയില് ഇതാണ്. ഞാൻ സ്കെയിലിനകത്ത് സ്റ്റിക്കർ ഒട്ടിക്കാം. അത് ഒട്ടിക്കണം. ഇങ്ങനെ വെച്ചേക്കാം സ്കെയില്. പിന്നെ ഹൈലൈറ്ററും കൂടി. ഇത്രയാണ് താത്തയുടെ. പിന്നെ ഫ്രണ്ടില ഇത്ര സാധനങ്ങളെ ഞാൻ ഈ വലുതനകത്ത് ഇടുള്ളൂ. പിന്നെ ഫ്രണ്ടിനകത്ത് ഞാൻ സ്റ്റിക്കി നോട്ടും മെമോ പാഡും ഒക്കെയാണ് ഇടുന്നത്. ഇതൊന്ന് ചുരുക്കാറില്ല. കിട്ടണേ. അങ്ങനെ എൻ്റെ പൗച്ചൊക്കെ റെഡിയായി. അത് നമുക്ക് ബാഗിനകത്ത് വെച്ചെടുക്കാം. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റി പെൻസ് കാണിച്ചാൽ എൻ്റെ കയ്യിലുള്ള ഇത് 4 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പെൻസാണ്. പക്ഷെ ഇതൊന്നും വെച്ച് ഞാൻ എഴുതാറില്ല. അത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതാണ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ലൈറ്റ് കത്തും. പിന്നെ ഇത് നമുക്ക് ബബിളൊക്കെ കൂടാൻ പറ്റും. അച്ഛൻ ഇതിൽ പിന്നെ അച്ചുണ്ട്. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ സ്റ്റാമ്പ് ഉണ്ട്. ഇതിൻ്റെ ഒരു പിങ്ക് കളർ ദുവാക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിൽ സ്മൈലിയുടെ സ്റ്റാമ്പായിരുന്നു. എൻ്റെ ബാക്കിൻ്റെ സ്റ്റാമ്പ് കൗവാണ്. ഇവിടെ എൻ്റെ ബുക്ക് കൗ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മിനി ബുക്കിൽ നിങ്ങൾക്ക് സ്റ്റാമ്പായി കാണിച്ചതാണ്. കൗവിൻ്റെ സ്റ്റാമ്പ് ഇങ്ങനെയാണ്. ഞാൻ സ്റ്റാമ്പും യൂസ് ചെയ്യുക. പിന്നെ പെണ്ണ് എഴുതുമ്പോൾ ലൈറ്റ് കത്തോ കാണിച്ചത്. ഇത് അങ്ങനെ എഴുതുമ്പോൾ ലൈറ്റ് എത്തില്ല. നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇടാൻ നേരത്ത് ഇങ്ങനെ റെഡ് കളർ ലൈറ്റ് എത്തും. ഇതിനകത്ത് ലൈറ്റ് എത്തണ കൊണ്ട് കാണിച്ചാലോ. ഇതങ്ങനെ എഴുതുമ്പോൾ ലൈറ്റ് എത്തില്ല. നമ്മളിങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇടുന്ന ടൈമിൽ ഈ റെഡ് കളർ ലൈറ്റ് എത്തും.
അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഭയങ്കര അമർത്തി പിടിച്ചൊക്കെ എഴുതൂലേ അപ്പോഴ് ഈ ലൈറ്റ് കത്തു. എന്താ അതാ ഗൈസ് ലൈറ്റ് ഇല്ലാത്തപ്പോൾ നല്ല ഭംഗി ആണ് കേട്ടോ. ഇത് കുറച്ച് നേരം നിൽക്കുള്ളൂ. എന്താ ഫുൾ സ്റ്റോപ്പ് ഇങ്ങനെ അമർത്തി പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഒരു റെഡ് കളർ എത്തും. ഇതുപോലെ കാണിച്ചാൽ ഇത് മൾട്ടി കളർ പെന്നാണ്. ഇതിനകത്ത് ഒരുപാട് കളറുണ്ട്. ബ്ലാക്ക്, പർപ്പിൾ അങ്ങനെ ഒരുപാടുണ്ട്. നല്ല ഫെദറിൻ്റെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇത് കണക്കത്തെ പെണ്ണൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, ചുമ്മാ വെച്ചേക്കുള്ളൂ ഒരു ഡെക്ക് നമുക്ക്. പിന്നെ ഒരു അംബ്രല, ഇത് പോംപോംപോളിൻ്റെ തീമാണ്. പിന്നെ ക്രോമി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇങ്ങനത്തത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റുന്ന ഒരു ഡക്ക് മുകളിൽ ഇരിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊന്നും വെച്ച് എഴുതില്ല. ഇതൊക്കെ ബ്ലൂ ഇങ്കാണ്. ഞാൻ ബ്ലൂ ഇങ്കൊന്നും ഇട്ട് എഴുതാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പെൻ കളക്ഷൻ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി സെറ്റ് ചെയ്യാം. ഇതെൻ്റെ ഒരു പഴയ പഴയല്ല ഒരു പോപ്പറ്റ് പൗച്ചാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ചെറുതായിട്ട് പൊടി എടുക്കുന്നത്. ഇതിനകത്ത് ഞാൻ വെക്കുന്നത് സാനിറ്റൈസറും ടവലും ഒക്കെയാണ്. നമുക്ക് ഇതും കൂടി ഇതിനകത്ത് വയ്ക്കാം. ഒരറയുള്ളൂ, സാനിറ്റൈസറും പിന്നെ ഒരു ചെറിയ ടവലും ഒക്കെ വയ്ക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഫ്രണ്ടിലോട്ടാണ് വയ്ക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.